Hello dear friends, welcome back to Learning Hub. Let's learn together with Dhanya. ഇന്ന് നമ്മൾ നോക്കുന്നത് ബാങ്കിങ്ങിലെ ടോപ്പിക്സ് ആണ്. അപ്പം നമുക്ക് പുതിയ സിലബസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സിലബസ് പ്രകാരമുള്ള ടോപ്പിക്സ് ആണ്. പക്ഷെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് കേട്ടോ. അപ്പം ഇതിൽ നിന്ന് എന്തായാലും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. കാരണം കഴിഞ്ഞ എക്സാമിന് പോലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഇന്നലെ ഇട്ട വീഡിയോയ്ക്കകത്ത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ടോപ്പിക്സും കൂടിയിട്ടും പഠിക്കാം. ഓക്കെ, അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടോപ്പിക് ആണ് RBI ഡയറക്ഷൻസ് ഓഫ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്. ഓക്കെ, ക്ലെയിം ചെയ്യാത്ത ഡെപ്പോസിറ്റ്സ് അക്കൗണ്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം എന്ന് RBI കൊടുക്കുന്ന കുറച്ച് ഡയറക്ഷൻസ് ആണ്. അപ്പം അതിനുവേണ്ടി RBI ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ RBI മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് ഡെഫ് അക്കൗണ്ട്. ഓക്കെ, ഡെഫ് അക്കൗണ്ട് കഴിഞ്ഞ എക്സാമിന് ഇതിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡെഫ് അക്കൗണ്ടിന്റെ ഫുൾ ഫോം എന്താണ്? ഓക്കെ, ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട് സ്കീം ആണ് ഇതിന്റെ പേര്. ഓക്കെ, ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട്, അതാണ് ഡെഫ്. ഓക്കെ, അപ്പം ഡെഫ് അക്കൗണ്ട് ആണ് ഇതിന്റെ പേര്. ഇത് 2014 എന്താ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡെഫ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പം നമ്മളുടെ ബാങ്ക്സിൽ ഇപ്പം 10 വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ 10 വർഷമായിട്ട് നമ്മളെ അക്കൗണ്ടിലുള്ള ഒരു പൈസ ക്ലെയിം ചെയ്യാതെ കിടക്കുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെയുള്ള അക്കൗണ്ടിലുള്ള പൈസകളെല്ലാം തന്നെ ഈ അൺക്ലെയിം ചെയ്യാത്തത് 10 ഇയേഴ്സ് ഓർ മോറിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഈ ഒരു ഡെഫ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ബാങ്കും, ഓക്കെ, എല്ലാ ബാങ്ക്സും ഈ ഒരു ഡെഫ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളതാണ് RBIയുടെ ഡയറക്ഷൻ. ഓക്കെ, the credit balance in any deposit account maintained with banks which have not been operated for 10 years or more. അപ്പം ഈ ഒരു 10 years ഓർത്ത് വെക്കണം കേട്ടോ. കാരണം ഇതിന് ഫുൾ ഫോം മാത്രമല്ല, അപ്പം ഇതൊരു ടോപ്പിക് ആയിട്ട് തന്നെ നമ്മുടെ സിലബസിനകത്ത് പറയുന്നത് കൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, 2014 നിലവിൽ വന്നിട്ടുള്ളത്. 10 ഇയേഴ്സ് ഓർ മോർ ഓപ്പറേറ്റ് ചെയ്യാത്ത അക്കൗണ്ട്സോ അതല്ലെങ്കിൽ 10 വർഷത്തിലധികം ത്തിന് മേലെ കിടക്കുന്ന എമൗണ്ട്, അൺക്ലെയിംഡ് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ, ഓർ എനി എമൗണ്ട് റിമൈനിങ് അൺക്ലെയിംഡ് ഫോർ 10 ഇയേഴ്സ് ഓർ മോർ, അങ്ങനെയാണെങ്കിൽ they are required to be transferred by the banks to the DEF fund. Okay, depositor എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട്. അപ്പം ഈ ഒരു ഡെഫ് ഫണ്ട് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഓക്കെ, അപ്പം ഡെഫ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡെഫ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് RBI തന്നെയാണ്. ഓക്കെ, RBIയുടെ ഡെഫ് അക്കൗണ്ടിലേക്കാണ് ഇങ്ങനെയുള്ള അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് എല്ലാം തന്നെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഡെഫ് അക്കൗണ്ട്സിലേക്ക് പോകുന്ന അക്കൗണ്ടുകൾ ഉണ്ടല്ലോ, അപ്പം അതിലുള്ള പൈസ അപ്പോൾ പോകുമ്പോൾ ആ അക്കൗണ്ട്സിന് KYC മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് കറസ്പോണ്ടൻസിന് ബാങ്ക്സ് നിയമിക്കണം എന്നുള്ളത് RBIയുടെ ഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്പം ഇതിനെ കുറിച്ച് പറയുന്നത് ഈ ഒരു ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട് DEAF. അപ്പം ഈ ഒരു അക്കൗണ്ടിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 26A ഓഫ് BR ആക്ട് 1949 ഓക്കെ, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 സെക്ഷൻ 26A ഡെഫ് അക്കൗണ്ടിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ദ റിസർവ് ബാങ്ക് ഷാൽ എസ്റ്റാബ്ലിഷ് എ ഫണ്ട് ടു ബി കോൾഡ് ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട്. അപ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത്? There shall be credited to the fund the amount to the creditor of any account in India with a banking company which has not been operated upon for a period of 10 years, or any deposit or any amount remaining unclaimed for more than 10 years within a period of 3 months from the expiry of the said period of 10 years. Okay, അപ്പോൾ ഇങ്ങനെ ഒരു 10 വർഷം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 3 മാസം, ഓക്കെ, ആ ഒരു 3 മാസം അതിൻ്റെ എക്സ്പയറി ആവുന്നതിൻ്റെ 3 മാസം മുമ്പ് തന്നെ അതിനെ മാറ്റിയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അത് ഡെപ്പോസിറ്റേഴ്സ് അവയർനെസ് ഫണ്ടാണ് കേട്ടോ. അപ്പം ഡെപ്പോസിറ്ററിന് ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൈസ അതിൽ കിടക്കുന്നുണ്ട്, അവർ അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളത് RBI ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അക്കൗണ്ടാണ് ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട്. ഓക്കെ, 10 years ആണ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് എല്ലാം തന്നെ മാറ്റുന്നത്. ഓക്കെ,
പിന്നെ പറയുന്നത് ഇപ്പം നമുക്കിപ്പോൾ ഒരു അക്കൗണ്ടിൽ ഇത്ര പൈസ ഉണ്ട് എന്നുള്ളത് ഡെപ്പോസിറ്റർ അൺഅവെയർ ആണ്, അല്ലെങ്കിൽ ആൾക്ക് അറിയില്ല, അതല്ലെങ്കിൽ അക്കൗണ്ട് ഹോൾഡർ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിന്റെ നോമിനിക്ക് വന്നത് കളക്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അപ്പൊ അത് അറിയില്ല, അങ്ങനെ അറിയാതെയൊക്കെ നമുക്ക് ഇങ്ങനെ 10 വർഷമൊക്കെ ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ടാവും. ഇൻ കേസ് അത് എപ്പോഴെങ്കിലും ഒരു അറിവ് വരുവാണെങ്കിൽ അത് നമുക്ക് റീക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് പിന്നെ ഒരു കാര്യം പറയുന്നത്, പ്രൊവൈഡഡ് ദാറ്റ് നത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് subsection will prevent a depositor or any other claimant to claim his deposit or unclaimed amount or operate his account or deposit from or with the banking company after the expiry of said period of 10 years, and such banking company shall be liable to repay such deposit or amount at such a rate of interest as may be specified by the Reserve Bank in this behalf. Okay, അതായത് ഇപ്പം 10 വർഷമായി ഈ ഡെഫ് അക്കൗണ്ടിലേക്ക് പോയി എങ്കിലും ഇപ്പോൾ ഡെപ്പോസിറ്റർ അത് തിരിച്ചു വന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടെന്ന് മനസ്സിലാക്കി അവരതിൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ചെയ്ത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്കിന് അത് റീപേ ചെയ്യാനുള്ള ബാധ്യതയുണ്ട് വിത്ത് ദ എമൗണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കൂടിയിട്ട് കൊടുത്തിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ RBIക്ക് ഇതുപോലെ ഇതിന് വേണ്ടിയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. ഓക്കെ, ടു സ്പെസിഫൈ an authority or committee with such members as the Reserve Bank may appoint to administer the fund and to maintain separate accounts and other relevant records in relation to the fund in such forms as may be specified by the Reserve Bank. ഓക്കെ, അപ്പം RBI അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അതിൽ വരുന്ന അതോറിറ്റി. ഓക്കെ, ഇത്രയാണ് ഡെഫ് ഫണ്ടിൽ പറയാനുള്ളത്. സെക്ഷൻ 26A ആണ് അതിന്റെ BR Act 1949 അത് പറയുന്നത് കേട്ടോ. ഇത്രയും പോയിന്റ്സ് ആണ് ഇതിൽ ഓർത്ത് വയ്ക്കുന്നത്. ഓക്കെ, അടുത്ത ഒരു ടോപ്പിക് ആണ് ലോ ഓഫ് ലിമിറ്റേഷൻ ഇൻ ബാങ്കിങ്. ഓക്കെ, അപ്പം ലോ ഓഫ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിമിറ്റേഷൻ ആക്ട് ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. അതായത് ഇപ്പം ബാങ്ക്സും അതുപോലെ മറ്റു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഈ ബോറോവേഴ്സിന് പൈസ ഫൈനാൻസ് ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റി ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു ഡീഫോൾട്ട് എന്നുള്ള രീതിക്ക് അവർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു റിക്കവറി ആക്ഷനും ഇനീഷ്യേറ്റ് ചെയ്യും ആണല്ലോ. അതുപോലെ തന്നെ ബോറോവറിനെതിരായിട്ട് സ്യൂട്ട് ഫയൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു ആക്ട് പ്രകാരം ഇപ്പൊ ഒരു റിക്കവറി ആക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ കോർട്ട് ആണെങ്കിലും ഈ ആക്ഷൻ ചെയ്യുന്നത് ഒരു പീരീഡ് ഓഫ് ലിമിറ്റേഷന്റെ ഉള്ളിൽ വെച്ച് മാത്രമേ നടക്കുള്ളൂ. ഓക്കെ, റിക്കവറി ആക്ട് ആൻഡ് ദ കോർട്ട് ഓൺലി പെർമിറ്റ് ദ ആക്ഷൻ ഇഫ് ഇറ്റ് ഈസ് ക്ലെയിം വിത്തിൻ എ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ. ഓക്കെ, അപ്പം ഈ ലിമിറ്റേഷൻ ആക്ട് ആണ് ഈ ഒരു പീരീഡ് ഓഫ് ലിമിറ്റേഷൻ എത്ര പീരീഡിലേക്കാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലിമിറ്റേഷൻ ആക്ട് ഡിഫൈൻസ് ദിസ് ലിമിറ്റേഷൻ പീരീഡ് ഫോർ വേരിയസ് സെക്യൂരിറ്റി ഡോക്യുമെന്റ്സ്. അപ്പം ഈ ആക്ടിനെ നമ്മൾ ലിമിറ്റേഷൻ ആക്ട് 1963 എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ലിമിറ്റേഷൻ ആക്ട് എന്ന് പറയുന്നത് 1963 ആണ്. ആക്ട് നമ്പർ 36 ഓഫ് 1963 എന്നാണ് മറ്റൊരു പേര്. ഓക്കെ, അതാണ് ലോ ഓഫ് ലിമിറ്റേഷൻ ആക്ട്. ഓക്കെ, ഇനി എന്താണ് ഈ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ? അപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്തൊരു സ്യൂട്ട് ഇപ്പം ബോറോവറിനെതിരായിട്ട് ഒരു സ്യൂട്ട് എടുക്കുവാണെങ്കിലും ഫയൽ ചെയ്യുവാണെങ്കിലും അതുപോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുവാണെങ്കിലും എന്തെങ്കിലും ഒരു അപ്പീൽ എടുക്കുവാണെങ്കിലും എല്ലാം തന്നെ ഫയൽ ചെയ്യുന്നത് ഈ ഒരു പീരീഡ് ഓഫ് ലിമിറ്റേഷന്റെ ഉള്ളിലായിരിക്കണം എന്നുള്ളത് നിർബന്ധമുണ്ട്. അപ്പം പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന പോലെ 1 year 2 year 3 year അല്ലെങ്കിൽ ഇപ്പം എത്ര ഓരോന്നിനും ഓരോ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിമിറ്റേഷൻ്റെ ഉള്ളിൽ മാത്രമായിരിക്കണം ഈ ബാങ്ക്സിനാണെങ്കിലും അതുപോലെ തന്നെ ആർക്കാണെങ്കിലും അവർക്ക് ഈ ഒരു ആക്ഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ. ഓക്കെ, പീരീഡ് ഓഫ് ലിമിറ്റേഷന്റെ ഉള്ളിൽ ചെയ്യണം. ഓക്കെ, അപ്പൊ ലിമിറ്റേഷൻ ആക്ടിലെ സെക്ഷൻ 3 പറയുന്നത് declares that every suit instituted, appeal preferred and application made after the prescribed period shall be dismissed although limitation has not been set up as a defense. Okay, അപ്പൊ ലിമിറ്റേഷൻ ആക്ട് പ്രകാരം സെക്ഷൻ 3 പറയുന്നത് ഈ ഒരു ലിമിറ്റേഷൻ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ക്ലെയിം ചെയ്യുന്ന ഒന്നും അവര് എന്താ പറയാ ഒരു ഡിഫൻസ് ആയിട്ട് എടുക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഫയൽ ചെയ്യും, ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാനായാലും അതുപോലെ തന്നെ ഒരു അപ്പീൽ കൊടുക്കുന്നതാണെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നതാണെങ്കിലും അവർ പറയുന്ന ആ ഒരു പ്രിസ്ക്രൈബ്ഡ് പീരീഡിനുള്ളിൽ തന്നെ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ മെയ്ഡ് ആഫ്റ്റർ ദ പ്രിസ്ക്രൈബ്ഡ് പീരീഡ് ആണെങ്കിൽ അവിടെ അത് ഡിസ്മിസ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ,
അപ്പൊ അതൊരു ഡിഫൻസ് മെക്കാനിസം ആയിട്ട് അവിടെ ഒരിക്കലും എടുക്കില്ല. അതാണ് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ. അപ്പൊ ആ ഒരു പീരീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പീരീഡിന്റെ ഉള്ളിൽ തന്നെ ഇതെല്ലാം ക്ലെയിം ചെയ്യാനായിട്ട് നോക്കണം. അതാണ് സെക്ഷൻ 3-യിലാണ് ഇത് പറയുന്നത് കേട്ടോ. ഇനി ഈ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ അതിനൊരു 2-3 ലോസ് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ when the period of limitation expires on a day when the court is closed. ഓക്കെ, ഇവിടെ നോക്കണം, expires on a day when the court is closed. കോടതി അടയ്ക്കുന്ന ഒരു ദിവസമാണ് നമ്മുടെ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ എക്സ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 3 വർഷത്തെ ലിമിറ്റേഷൻ പീരീഡ് ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ലിമിറ്റേഷൻ പീരീഡ് എക്സ്പയർ ആവുന്ന ദിവസം ഇപ്പോൾ ഇന്നാണെങ്കിൽ കോടതി ക്ലോസ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് കോടതി വീണ്ടും തുറക്കുന്ന ദിവസം വേണമെങ്കിൽ ആ കേസ് അല്ലെങ്കിൽ സമർപ്പിക്കുക, അതല്ലെങ്കിൽ അപ്പീൽ കൊടുക്കുക, അല്ലെങ്കിൽ സ്യൂട്ട് കൊടുക്കുക, നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം അത് സെക്ഷൻ 4-ലാണ് പറയുന്നത്. സെക്ഷൻ 3-യിൽ നമ്മൾ പറഞ്ഞത് ലിമിറ്റേഷൻ പീരീഡിന്റെ ഉള്ളിൽ ചെയ്യണം, അതല്ലാതെ അത് കഴിഞ്ഞിട്ട് എന്ത് കൊടുത്താലും അത് അവിടെ ഏൽക്കില്ല. ഓക്കെ, സെക്ഷൻ 4-ൽ പറയുന്നത് കോർട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സ്പയർ ചെയ്യുന്ന ദിവസം കോർട്ട് ക്ലോസ്ഡ് ആണെങ്കിൽ മാത്രം അത് അടുത്ത ദിവസത്തേക്ക് റീഓപ്പൺ ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പം അതാണ് സെക്ഷൻ 4-ൽ പറയുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ 5-ൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനി അപ്പീൽ or any application other than execution petitions may be admitted after the prescribed period if the appellant or applicant makes out sufficient cause for not preferring the appeal or application within the period of limitation. പിന്നെ ഒരു ഇളവ് എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അപ്പീലോ മറ്റേ അപ്പീൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപ്പീലോ ആപ്ലിക്കേഷനോ കൊടുക്കാൻ, അതായത് ഒരു നമ്മൾ പ്രിസ്ക്രൈബ്ഡ് പീരീഡിന്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റിയില്ല, അതിന് മതിയായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ആപ്ലിക്കന്റിന് അല്ലെങ്കിൽ അപ്പീൽ കൊടുക്കുന്ന അപ്പല്ലന്റിന് ഒരു കോസ് എന്താണ്, അവരുടെ കാരണം എന്നുള്ളത് അവർക്ക് കാര്യമായിട്ട് ബോധിപ്പിക്കാനായിട്ട് പറ്റിയാൽ ആ ഒരു പീരീഡ് ഓഫ് ലിമിറ്റേഷൻ്റെ ഇതിലല്ലെങ്കിലും അവർക്ക് കൊടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, എക്സിക്യൂഷൻ പെറ്റീഷൻ ഈ മാതിരി ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ കാലയളവിന് ശേഷം, അതായത് ഈ പീരീഡ് ഓഫ് ലിമിറ്റേഷന് ശേഷം, അപ്പോൾ എനി അപ്പീൽ ഓർ ആപ്ലിക്കേഷൻ അതർ ദാൻ എക്സിക്യൂഷൻ പെറ്റീഷൻ, അവിടെ എക്സെപ്ഷണൽ കേസ് എക്സിക്യൂഷൻ പെറ്റീഷന്റെ കേസിൽ അതുപോലെ ചെയ്യാൻ പറ്റില്ല. ഒരു അപ്പീലോ അതല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനോ നമുക്ക് ഈ ഒരു പീരീഡിന് ശേഷം നമുക്ക് സമർപ്പിക്കാനായിട്ട് പറ്റും. എങ്ങനെയാണെങ്കിൽ അതിന് എന്താണ് കാര്യമായിട്ടുള്ള റീസൺ, എന്താണ് മതിയായിട്ടുള്ള കോസ്, സഫിഷ്യന്റ് കോസ് എന്താണ് എന്നുള്ളത് ആ ഒരു അപ്പല്ലന്റ് അല്ലെങ്കിൽ ആ ആപ്ലിക്കന്റ് അവിടെ ബോധിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അതാണ് സെക്ഷൻ 5-ൽ പറയുന്നത്. ഓക്കെ, വീണ്ടും പറയുന്നു, സെക്ഷൻ 3 എന്ന് പറയുന്നത് ആ ഒരു പീരീഡിന് ശേഷം നമുക്ക് പറ്റില്ല എന്ന് പറയുന്നു. സെക്ഷൻ 4 എന്ന് പറയുന്നത് കോർട്ട് ക്ലോസ്ഡ് ആണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം കൊടുക്കാമെന്ന് പറയുന്നു. എന്നാൽ സെക്ഷൻ 5 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സിക്യൂഷൻ പെറ്റീഷൻ ഒഴികെ അപ്പീലും ആപ്ലിക്കേഷനും എന്താ നമുക്ക് ഒരു അതിന് കാര്യമായിട്ടുള്ള ഒരു കോസ് എന്താണ് എന്നുള്ളത് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള പീരീഡ് ഓഫ് ലിമിറ്റേഷന്റെ ശേഷം വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കാര്യമായിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പീരീഡ് ഓഫ് കമ്പ്യൂട്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്പീലിന്റെ കേസിൽ, അതായത് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ദ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ഫോർ ഫയലിംഗ് അപ്പീൽ ഷാൽ exclude the day on which the judgment is pronounced and the time taken for obtaining a copy of decree, sentence or order appealed. Okay, അപ്പം ഈ ഒരു പീരീഡ് ഓഫ് ലിമിറ്റേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പീൽ ചെയ്യുന്ന കേസിൽ, അപ്പീൽ ഫയൽ ചെയ്യുന്ന കേസ് ആണെങ്കിൽ അതിൽ ജഡ്ജ്മെന്റ്, ഇപ്പം വിധി പ്രഖ്യാപിക്കുന്ന ആ ദിവസവും ഒഴിവാക്കാം. അതുപോലെ തന്നെ നമുക്ക് അതിനാവശ്യമായി ഇതിന്റെ വിധി നമുക്ക് കിട്ടുമല്ലോ, ആ ഡിഗ്രി, അതുപോലെ തന്നെ ആ ഒരു സെന്റൻസ് അല്ലെങ്കിൽ നമ്മുടെ അപ്പീൽ ചെയ്തിട്ടുള്ള ഓർഡർ നമ്മുടെ കൈ കിട്ടുന്നത് വരെ എടുക്കുന്ന സമയവും നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാം. ഓക്കെ, അത്രയും ടൈം കുറയ്ക്കാം. അപ്പം പീരീഡ് ഓഫ് കമ്പ്യൂട്ടേഷൻ അല്ല, പീരീഡ് ഓഫ് ലിമിറ്റേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പീൽ കൊടുക്കുന്ന കേസാണെങ്കിൽ അപ്പീൽ എന്താ പറയാ, ജഡ്ജ്മെന്റ് വരുന്ന ആ ഒരു ദിവസവും ഒഴിവാക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഓർഡർ കൈ കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ ആ ഒരു ഡിഗ്രി, സെന്റൻസ്, അതിന്റെ ഒക്കെ ഓർഡർ നമ്മുടെ കയ്യിൽ എത്തുന്നത് വരെയുള്ള സമയവും ഇതിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ
അപ്പീലിന്റെ കാര്യം പറഞ്ഞു. ഇനി ആപ്ലിക്കേഷൻ. ഇപ്പോൾ ഒരു ഡിഗ്രി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കണം. ഓക്കെ, ഫോർ ആൻ ആപ്ലിക്കേഷൻ ഫോർ എക്സിക്യൂഷൻ ഓഫ് degree, the period during which the institution or execution has been stayed by injunction or order, the day on which the order was issued or made, and the day on which it was withdrawn shall be excluded. Okay, അപ്പോൾ അങ്ങനെ ഒരു ഡിഗ്രി എക്സിക്യൂഷൻ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണം. ആ ഒരു ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി മുഖാന്തരം ഒരു ഇൻജങ്ഷൻ അല്ലെങ്കിൽ ഒരു ഓർഡർ വെച്ച് ആ ഒരു എക്സിക്യൂഷൻ സ്റ്റേ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, സ്റ്റേ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഒരു ഓർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ടാവുമല്ലോ, ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുമല്ലോ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുള്ള ദിവസവും ആ ഒരു ഓർഡർ വിത്ഡ്രോൺ ചെയ്തിട്ടുള്ള ദിവസവും അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇൻജങ്ഷൻ അല്ലെങ്കിൽ ഒരു ഓർഡർ വഴി ഒരു സ്റ്റേ കൊടുത്തിട്ടുണ്ടെങ്കിൽ, എക്സിക്യൂഷൻ നിർത്താനായിട്ട് സ്റ്റേ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ സ്റ്റേ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുള്ള ദിവസവും ആ ഓർഡർ വിത്ഡ്രോ ചെയ്തിട്ടുള്ള ദിവസവും എക്സ്ക്ലൂഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഒഴിവാക്കുന്നതാണ്. ഇനി അടുത്തത്, for filing any suit for which notice has to be given or for which the previous consent or sanction of the government or any other authority is required in accordance with the requirements of any law for the time being in force, the period of such notice or the time required for obtaining such consent or action shall be excluded. Okay, ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നോട്ടീസ് കൊടുക്കണം. ഓക്കെ, ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു നോട്ടീസ് കൊടുക്കണം. അത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഗവൺമെന്റിന്റെയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതോറിറ്റിയുടെ ഒരു കൺസെന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു സാങ്ഷന്റെ ആവശ്യം വരികയാണ്. ഓക്കെ, അപ്പം അതാണ് നിയമവശം. ഓക്കെ, അപ്പൊ അത് ആ ഒരു നിയമത്തിന്റെ വഴിക്ക് പോവാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെന്റിന്റെയോ ഈ അതോറിറ്റിയുടെ സാങ്ഷൻ അല്ലെങ്കിൽ അവരുടെ കൺസെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര സമയം എടുക്കോ ആ സമയം കൂടിയിട്ട് ഈ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു പീരീഡ് ഓഫ് ലിമിറ്റേഷനിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കൺസെന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു അനുമതി, ഓക്കെ, അവരുടെ സമ്മതം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈം പീരീഡും ഈ ഒരു പീരീഡ് ഓഫ് ലിമിറ്റേഷനിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ്. ഫോർ ഫയലിംഗ് എ സ്യൂട്ട് ഫോർ വിച്ച് നോട്ടീസ് ഹാസ് ടു ബി ഗിവൻ. ഓക്കെ, അപ്പൊ നോട്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് നോട്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെയോ അതോറിറ്റിയോടോ കൺസെന്റ് അല്ലെങ്കിൽ സാങ്ഷൻ ആവശ്യമാണെങ്കിൽ ആ ഒരു സാങ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമയം നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കും. ഓക്കെ, അടുത്തത്, in computing the period of limitation for any suit, the time during which the defendant has been absent from India and from the territories outside India under the administration of central government shall be excluded. ഇപ്പം ഒരു പീരീഡ് ഓഫ് ലിമിറ്റേഷൻ കണക്കാക്കുന്ന സമയത്ത് ഒരു സ്യൂട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ കൊടുക്കുന്ന ആള് ഇന്ത്യയുടെ പുറത്തായിരുന്നു അതല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ടെറിട്ടറിയുടെ പുറത്തായിരുന്നു എങ്കിൽ ആ ഒരു സമയം ആളിവിടെ ഇല്ലാതിരുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, ആ സമയം അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതും ഒഴിവാക്കേണ്ടതാണ്. അപ്പോ ഇത് ഈ ഒരു പീരീഡ് ഓഫ് ലിമിറ്റേഷൻ കണക്കാക്കുന്ന സമയത്ത് ഈ ഒരു പ്രതി അല്ലെങ്കിൽ ഡിഫൻഡന്റ് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ ടെറിട്ടറിയിൽ നിന്നോ നമ്മുടെ കേന്ദ്രഭരണ പ്രദേശത്തിൽ നിന്നോ മാറി നിന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാത്ത സമയമാണെങ്കിൽ ആ സമയം ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. ഓക്കെ, അതും ഇതിൽ നിന്ന് കുറയ്ക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു പീരീഡ് ഓഫ് ലിമിറ്റേഷൻ നമ്മൾ കണക്കാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ്. ഓക്കെ, അപ്പം അപ്പീലിന്റെ കേസ് ആണെങ്കിലും ആപ്ലിക്കേഷന്റെ കേസ് ആണെങ്കിലും ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുവാണെങ്കിലും എങ്ങനെയൊക്കെയാണ് അതിൽ ഡേറ്റ് ദിവസങ്ങൾ, ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 വർഷമാണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ 3 വർഷത്തിൽ ഏതൊക്കെ ദിവസങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം ഇന്ന് തുടങ്ങി 3 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിന്റെ ഇടയിൽ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ഇപ്പൊ കുറച്ച് ദിവസം നമ്മൾ ഇന്ത്യയിൽ ഇല്ല, അപ്പൊ ഇന്ത്യ വിട്ട് നിന്ന സമയം ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം. അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഇതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ചാൻസ് എന്നുള്ളതാണ് ഇപ്പം പറഞ്ഞത് കേട്ടോ. ഓക്കെ, അടുത്തത് എക്സ്റ്റൻഷൻ ഓഫ് ലിമിറ്റേഷൻ പീരീഡ്. അപ്പൊ നമുക്ക് എപ്പോഴാണ് ലിമിറ്റേഷൻ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, ഒന്നും ഇല്ലെങ്കിൽ ഒരു പേയ്മെന്റിന്റെ ഒരു കുറച്ച് കൊടുത്തിട്ട് പാർട്ട് പേയ്മെന്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ഡെപ്റ്റ് അക്നോളജ്മെന്റ് കൊടുക്കുക. ഓക്കെ, അപ്പം ദ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ബൈ ദി അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ് ഓർ പാർട്ട് പേയ്മെന്റ്.
ഓക്കെ, പാർട്ട് പേയ്മെന്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ് കൊടുത്തിട്ടോ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഏത് കേസിലാണെങ്കിലും പാർട്ട് പേയ്മെന്റ് ആണെങ്കിലും അക്നോളജ്മെന്റ് ആണെങ്കിലും ഏത് ദിവസമാണോ അത് ചെയ്തത് അന്ന് മുതലായിരിക്കും അടുത്ത ലിമിറ്റേഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ഫ്രം ദി ഡേറ്റ് ഓഫ് അക്നോളജ്മെന്റ് ഓർ പാർട്ട് പേയ്മെന്റ്. ഇനി ഇത് ചെയ്യാൻ പറ്റുന്നത് ഒന്നുമില്ലെങ്കിൽ കടക്കാരന് നേരിട്ട്, അതല്ലെങ്കിൽ ആള് നിയമിച്ചിട്ടുള്ള ഇതിനു വേണ്ടി മാത്രം ഒരു ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരു ഏജന്റിന്. ഓക്കെ, the acknowledgement or the part payment should be made by the borrower himself or his agent specifically authorized for this purpose. Okay, ഈ ഒരു particular purposeന് വേണ്ടി മാത്രം ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരു ഏജന്റിനോ അതല്ലെങ്കിൽ ആ ഒരു ബോറോവർക്കോ ആണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു ലിമിറ്റേഷൻ പീരീഡ് എൻഡ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ്, അതിന്റെ എക്സ്പയറി ഡേറ്റിനേക്കാൾ മുൻപ് അക്നോളജ്മെന്റ് ആണെങ്കിലും പാർട്ട് പേയ്മെന്റ് ആണെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലിമിറ്റേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പാർട്ട് പേയ്മെന്റ് ചെയ്തത് അല്ലെങ്കിൽ അക്നോളജ്മെന്റ് കൊടുത്തത് എങ്കിലും ആ ഒരു ലിമിറ്റേഷൻ എക്സ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടായതുകൊണ്ട് തന്നെ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, വൺസ് ദ ലിമിറ്റേഷൻ എക്സ്പയർസ് ഇറ്റ് കനോട്ട് ബി എക്സ്റ്റെൻഡഡ് ബൈ പാർട്ട് പേയ്മെന്റ് ഓർ അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ്. ഓക്കെ, ഇപ്പോൾ അക്നോളജ്മെന്റ് കൊണ്ടാണെങ്കിലും പാർട്ട് പേയ്മെന്റ് കൊണ്ടാണെങ്കിലും ലിമിറ്റേഷൻ പീരീഡ് എക്സ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് മുൻപ് തന്നെ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഓരോ സ്യൂട്ടും എത്ര കാലാവധിക്കാണ് നമ്മൾക്ക് ഫയൽ ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ ഇപ്പം മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തേത് ഡിമാൻഡ് ലോൺ. ഡിമാൻഡ് ലോൺ ആണെങ്കിൽ 3 years ആണ് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ, അത് ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ലോൺ. അപ്പം ഈ ഒരു 3 years ആണ് ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു 3 years കഴിയുന്നേക്കാൾ മുൻപ് തന്നെ, ആ ഒരു എക്സ്പയറി ഓഫ് ദ ലിമിറ്റേഷൻ പീരീഡിനേക്കാൾ മുമ്പ് തന്നെ നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് കൊടുക്കുക, അക്നോളജ്മെന്റ് വെച്ചിട്ടോ പാർട്ട് പേയ്മെന്റ് വെച്ചിട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതൊന്നും അക്സെപ്റ്റബിൾ അല്ല. ഓക്കെ, then അടുത്തത് ഡിമാൻഡ് പ്രോമിസറി നോട്ട്. ഡിമാൻഡ് പ്രോമിസറി നോട്ട് ആണെങ്കിലും 3 years ആണ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഡിമാൻഡ് പ്രോമിസറി നോട്ട്. then bill of exchange payable on demand. bill of exchange payable on demand നും 3 years തന്നെയാണ് period of limitation from the date of bill of exchange. Okay, പിന്നെ യൂസൻസ് ബിൽ ആണെങ്കിലും 3 years ആണ് from the due date of the bill. then TOD without DP note. Okay, അത് ട്രാൻസ്ഫർ ഓഫ് ഡെപ്റ്റ് ആണ്, അതാണെങ്കിലും 3 വർഷത്തേക്ക് തന്നെയാണ് from the date of the loan. Okay, then term loan ആണെങ്കിലും 3 years ആണ് from the due date of each installment. then arrear of rent. arrear of rent ആണെങ്കിലും 3 years ആണ് from the date of arrear become due. Okay, ഇത്രയും 3 years തന്നെയാണ് ഡിമാൻഡ് ലോൺ, ഡിമാൻഡ് പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതുപോലെ യൂസൻസ് ബില്ല്, then TOD without DP note, then term loan, arrear of rent. ഇത്രയും 3 years ആണ്. അതുപോലെ തന്നെ ഷ്യൂറിറ്റി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജാമ്യം നിൽക്കുന്ന ആൾ, ഗ്യാരണ്ടർ അഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ഇപ്പോൾ ഒരു കടക്കാരന് കൂടെ ഒരു ജാമ്യം നിൽക്കുന്ന ആൾ, അപ്പോൾ ആ ഒരു അതാണെങ്കിലും 3 വർഷമാണ് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ വരുന്നത് ഫ്രം ദ ഡേറ്റ് ഓൺ വെൻ ദ നോട്ടീസ് ഇസ് ഗിവൻ. ഓക്കെ, അടുത്തത് സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്ടിന്റെ ഒരു പെർഫോമൻസ് പറയുകയാണെങ്കിൽ അതും 3 years ആണ് ഫ്രം ദ ഡേറ്റ് ഫിക്സഡ് ഫോർ ദി പെർഫോമൻസ്. ഓക്കെ, അപ്പോൾ ഏത് ദിവസമാണോ നമ്മൾ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത് അവിടെ മുതൽ 3 വർഷത്തേക്കാണ് ഒരു കോൺട്രാക്ടിന്റെ പെർഫോമൻസ് പറയുന്നത്. ഓക്കെ, then to enforce payment of money secured by mortgage. മോർഗേജ് വെച്ച് സെക്യൂർ ചെയ്തിട്ടുള്ള ആ ഒരു പൈസയുടെ പേയ്മെന്റ് എൻഫോഴ്സ് ചെയ്യുന്നത് 12 വർഷമാണ് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ. ഓക്കെ, when the money is due for becoming due. then execution of decree. ഒരു ഡിഗ്രി എക്സിക്യൂഷൻ ആണെങ്കിൽ 12 വർഷമാണ് ലിമിറ്റ് ഓഫ് എക്സിക്യൂഷൻ, സോറി ലിമിറ്റ് ഓഫ് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ഫ്രം ദ ഡേറ്റ് ഓഫ് ഡിഗ്രി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാം. എക്സിക്യൂഷൻ ഓഫ് ഡിഗ്രി 12 years ആണ്. അതുപോലെ തന്നെ മോർഗേജ് വെച്ച് സെക്യൂർ ചെയ്യുന്ന മണി, അത് മണിയുടെ പേയ്മെന്റ് അത് 12 years ആണ്. then right of foreclosure by a mortgage 30 years. right of redemption വരുന്നത് 30 years ആണ്. okay, right of foreclosure by a mortgage 30 years from the date when money becomes due. then right of redemption 30 years from the date when the right to recover accrues. ഓക്കെ, അടുത്തത് എനി സ്യൂട്ട് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും സ്യൂട്ട് ആണെങ്കിൽ അതിന് 30 years ആണ് ഫ്രം ദ ഡേറ്റ് വെൻ ലിമിറ്റേഷൻ വുഡ് സ്റ്റാർട്ട്. ദെൻ എനി സ്യൂട്ട് ഫോർ വിച്ച് നോ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ഇസ് പ്രൊവൈഡഡ് എൽസ് വേർ ഇൻ ദിസ് ഷെഡ്യൂൾ. ഓക്കെ, അപ്പോൾ എവിടെയും ലിമിറ്റ് ഓഫ് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള സ്യൂട്ട്സ് ആണെങ്കിലും അതിന്റെ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ 30 years തന്നെയാണ്. ഓക്കെ, then money deposited payable on demand like savings bank, current account. അപ്പം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടോ പോലെ നമുക്ക് പേബിൾ ഓൺ ഡിമാൻഡ് നമ്മുടെ ആവശ്യാനുസരണം പേ ചെയ്യാം, അങ്ങനെയുള്ള ഡെപ്പോസിറ്റ്സ് മണി സ്വീകരിക്കുന്നത്
3 years ആണ് period of limitation വരുന്നത് from the date of demand. Okay. Then appeal to be filed to the high court against the judgment of lower court. Okay, lower court ന്റെ judgmentന് against ആയിട്ട് നമുക്ക് high court ൽ appeal file ചെയ്യണമെങ്കിൽ 90 days ആണ് അതിന്റെ period of limitation. Appeal to be filed to another court on the decree of lower court. Okay, അപ്പോൾ വേറൊരു കോർട്ടിലേക്ക് നമുക്ക് ഒരു ലോവർ കോർട്ടിന്റെ ഡിഗ്രി നമുക്ക് അപ്പീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് 30 ദിവസമാണ് ടൈം ഉള്ളത്. ഓക്കെ, പീരീഡ് ഓഫ് ലിമിറ്റേഷൻ 30 ദിവസമാണ്. അപ്പോൾ അപ്പീലിന് പൊതുവെ സമയം കുറവാണ്. ഓക്കെ, ബാക്കി ലോണിന്റെ കാര്യങ്ങളും അതുപോലെയല്ല, അപ്പീൽ കൊടുക്കുന്നതിന് ടൈം കുറവാണ്. ലോവർ കോർട്ടിന് ഹയർ കോർട്ടിലേക്ക് കൊടുക്കുമ്പോൾ 90 ഡേയ്സും അതുപോലെ തന്നെ ലോവർ കോർട്ടിൽ നിന്ന് ഡിഗ്രിക്ക് ഇതുള്ള മറ്റു കോർട്ടിലേക്ക് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അപ്പീൽ കൊടുക്കാനാണെങ്കിൽ 30 ഡേയ്സ് ആണ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഡിഗ്രി. ഓക്കെ, then recovery of loss caused by fraud. എന്തെങ്കിലും ഒരു ഫ്രോഡ് മുഖാന്തരം നമുക്ക് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് 3 വർഷമാണ് കേട്ടോ. ആ ഒരു ഫ്രോഡ് ഡിറ്റക്ട് ചെയ്തിട്ട് 3 വർഷത്തിന്റെ ഉള്ളിലാണ് ചെയ്യേണ്ടത് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ നമ്മുടെ ബാങ്കിങ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ നന്നായിട്ട് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക കേട്ടോ. ഓക്കെ, നോട്ടിഫിക്കേഷൻസ് വഴി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.